നമസ്കാരം, നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുബിത ബോസ്. അമര കളക്ഷനിൽ ഏകദേശം 30ഓളം വെറൈറ്റി താമരകളും 10ഓളം വെറൈറ്റി ആമ്പലുകളും വിരിയിച്ച പറവൂർ സ്വദേശിനി. താമരത്തോട്ടത്തിൽ സഹസ്രദള പത്മം വിരിഞ്ഞ് തങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചതിൽ അതിയായ സന്തോഷത്തിലാണ് ഈ കുടുംബം. വിശദമായ വാർത്തകളിലേക്ക്. This news brought to you by കണ്ണകി ജ്യോതിശാലയം, നോർത്ത് പറവൂർ. തലമുറകളുടെ പ്രാവീണ്യം കൊണ്ട് ജ്യോത്സ്യത്തിൽ വിദഗ്ധ പ്രവചനങ്ങൾ നടത്തുന്ന ജ്യോത്സ്യരത്നം ശ്രീ ഹരിഹര സുബ്രഹ്മണ്യൻ PK നിങ്ങളുടെ ദോഷങ്ങൾ കണ്ടെത്തി പരിഹാരം നിർദ്ദേശിക്കുന്നു. ഹരിഹര സുബ്രഹ്മണ്യൻ PK, കണ്ണകി ജ്യോതിശാലയം, മൂകാംബിക ക്ഷേത്രത്തിനു സമീപം, നോർത്ത് പറവൂർ. പറവൂർ മാർത്തോമ ചർച്ച് റോഡിലുള്ള കണ്ണൻപറമ്പിൽ മണി KB, ഉഷാമണി ദമ്പതികളുടെ വീട്ടിലാണ് സഹസ്രദളപത്മം വിരിഞ്ഞത്. എല്ലാവരുടെയും ഒരുപാട് ആഗ്രഹമാണ് സഹസ്രദളം വിരിഞ്ഞു കാണാന്നുള്ളത്. ഞങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം സഹസ്രദളം വിരിഞ്ഞു. സഹസ്രദളം വിരിഞ്ഞത് ഞങ്ങളുടെ നോർത്ത് പറവൂര് എൻ്റെ വീട്ടിലാണ് വിരിഞ്ഞത്. അവിടെയും ഇവിടെയുമായിട്ട് ഞങ്ങൾക്ക് അത്യാവശ്യം ഒരു 10-30ഓളം വെറൈറ്റി താമര കളക്ഷൻ ഉണ്ട്. താമര നമ്മൾ ബാക്കി വെറൈറ്റീസൊക്കെ നമുക്ക് ഒരു മാസം കൊണ്ടൊക്കെ നമുക്ക് ഫ്ലവർ കിട്ടും. ഫസ്റ്റ് ഫ്ലവർ സഹസ്രദളം നമുക്ക് ഒരുപാട് കാത്തിരിപ്പിന് ശേഷമാണ് നമുക്കത് വിരിഞ്ഞ് കിട്ടും. അമര കളക്ഷൻ തുടങ്ങിയിട്ട് 3 വർഷമായിരുന്നു. ഇപ്പോൾ ഏകദേശം 30ഓളം വെറൈറ്റി താമരകളും 10ഓളം വെറൈറ്റി ആമ്പലുകളും ഇവർക്കുണ്ട്. ഓരോ താമരയ്ക്കും പ്രത്യേക ID സജ്ജീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് വെറൈറ്റി താമരകൾ കയ്യിലുണ്ടെന്നും താമര വളർത്തുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ താമരത്തോട്ടത്തിൽ സഹസ്രദളപത്മം വിരിഞ്ഞു കാണുക എന്നത് ഇവരുടെ വലിയ സ്വപ്നമാണെന്നും ഇത് സാക്ഷാത്കരിച്ചതിൽ വളരെ സന്തോഷത്തിലുമാണ് ഈ ദമ്പതികൾ. വാട്ടർ പ്ലാന്റ്സിന്റെ ഗ്രൂപ്പുകളുണ്ട്. അതുവഴിയാണ് നമ്മൾ ട്യൂബേഴ്സ് എല്ലാം കളക്ട് ചെയ്തത് താമരയുടെ. നമ്മൾ ഒരു വെറൈറ്റി നട്ട് അതിൻ്റെ ട്യൂബേഴ്സ് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ പുതിയ വെറൈറ്റികൾ കളക്ട് ചെയ്ത് ഒരുപാട് വെറൈറ്റികൾ ഞങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റി. താമരയുടെ പരിചരണം വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാര്യമാണെന്നും നടുന്ന സമയത്ത് ചാണകപ്പൊടിയും കട്ടകളില്ലാത്ത മണ്ണുമാണ് ഉപയോഗിക്കുന്നതെന്നും 15 ദിവസം കൂടുമ്പോൾ വളപ്രയോഗം ചെയ്തു കൊടുക്കണം. താമരകളുടെ കൂട്ടത്തിൽ ബൗൾ ലോട്ടസ് വെറൈറ്റി, ലാർജ് കൾട്ടിവർ, മീഡിയം കൾട്ടിവർ, ട്രോപ്പിക്കൽ, ഹാർഡി അങ്ങനെ പല ഇനത്തിലുണ്ട്. ഇതിൽ ഡൗൺലോഡ് വെറൈറ്റി ചെറിയ പാത്രത്തിൽ വളരെ വളർത്താമെന്നും ഇവർ പറയുന്നു. ലാർജ് കൾട്ടിവേഴ്സ് വലിയ പൂക്കൾ തരുമെന്നും പിന്നെ ട്രോപ്പിക്കൽ ഇനത്തിൽ പെടുന്നവയാണ് കാലാവസ്ഥയിൽ വളരെ നന്നായി പോകുന്നത്. ഹാർഡി വെറൈറ്റികൾ പൂക്കൾ തരാൻ കുറച്ച് വൈകുമെന്നും ഇവർ പറയുന്നു. ശരിയായ സമയത്തുള്ള വളപ്രയോഗവും നല്ല പരിചരണവുമാണ് കൂടുതൽ പൂക്കൾ കിട്ടാൻ വളരെ നല്ലത്. ഇത് നടാൻ ഉപയോഗിക്കുന്നത് താമരയുടെ കിഴങ്ങുകളാണെന്നും ഇവർ പറയുന്നു. സഹസ്രദളപത്മം തങ്ങളുടെ കൊച്ചു വീട്ടിൽ വിരിഞ്ഞ സന്തോഷത്തിലാണ് ദമ്പതിമാർ.